ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സൗമി എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സൗമി. വീട്ടിലെ മൂത്ത മകളാണ്. എനിക്ക് ഇളയ 2 അനിയന്മാരുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ഒരാളുമായി ഒരു പ്രണയമുണ്ടായിരുന്നു. ഞാനത് വീട്ടിൽ പറഞ്ഞതാണ്. എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല. അടിയും പിടിയും വഴക്കുമായി. അതുമാത്രമല്ല, ഭീഷണി മുഴക്കി കഴിഞ്ഞപ്പോഴേക്കും ആ ബന്ധത്തിൽ നിന്ന് ഞാൻ പിന്മാറേണ്ടി വന്നു. അതിന് കാരണം അദ്ദേഹം ഒരു അന്യജാതിക്കാരനാണ്. അയാളുടെ വീട്ടുകാരുടെ സപ്പോർട്ടുമില്ല. 2 വീട്ടുകളിലും പ്രശ്നമായി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ 2 പേരും അത് വേണ്ടാന്ന് വെക്കുകയായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം വേറൊരു മതസ്ഥനുമായിരുന്നു. അതും പ്രശ്നങ്ങളുടെ ആക്കം കൂട്ടി. പിന്നീട് വീട്ടുകാർ പറഞ്ഞ ഒരാളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞാനിപ്പോൾ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ജോലി ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഭർത്താവിന് ഉയർന്ന ഉദ്യോഗമാണ്. വീട്ടിലിരുന്നാൽ മതി, ജോലിക്കൊന്നും വിടില്ല എന്ന് ആദ്യമേ പറഞ്ഞു. കാര്യം അതിൻ്റെ ആവശ്യമില്ല. ഇനി ഓൺലൈൻ വർക്കുകൾ വല്ലതും ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്തോളൂ, കമ്പ്യൂട്ടറൊക്കെ വാങ്ങിച്ചു തരാം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആദ്യം ഭർത്താവിനെ അനുസരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഈ കല്യാണം നടന്നത്. വലിയ സെറ്റപ്പുള്ള ആൾക്കാരാണ്, വലിയ നിലയിൽ ജീവിക്കുന്നവരുമാണ്. അമ്മായിമ്മയ്ക്കൊന്നും വീട്ടിലിരിക്കാൻ നേരമില്ല. അവർ പല സ്ഥലത്തും ബിസിനസ്സാണെന്ന് പറഞ്ഞ് കറങ്ങി നടക്കുകയാണ്. അമ്മായിപ്പൻ ഇവിടെ ഇല്ല, വിദേശത്താണ്. പിന്നെ അദ്ദേഹത്തിനൊരു സഹോദരനുണ്ട്, അവനും ഇവിടെയില്ല, വിദേശ രാജ്യത്താണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ ഒത്തിരി ഉയർന്ന നിലയിലാണ് അവർ ജീവിക്കുന്നത്. ആ ജീവിതശൈലിയുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ടു പോകാൻ എനിക്ക് ആദ്യമൊന്നും പറ്റിയില്ല. ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ, പിന്നെ വേലക്കാരും. ഭർത്താവിനാണെങ്കിൽ 24 മണിക്കൂറും ബിസി. വരുമ്പോഴൊക്കെ സ്നേഹമായിട്ട് പെരുമാറും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ആണിന് പെണ്ണിനോടുള്ള താല്പര്യം, അതും നല്ലൊരു താല്പര്യം എൻ്റെ ഭർത്താവിന് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എന്തൊക്കെയോ എവിടേക്കോ ഉണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. പോകെ പോകെ വെള്ളത്തിൽ കല്ലിട്ടാൽ ഉണ്ടാകുന്ന ചലനങ്ങൾ പോലും എൻ്റെ മനസ്സിലോ അല്ലെങ്കിൽ എൻ്റെ പരിസര പ്രദേശങ്ങളിലോ അദ്ദേഹം ഉണ്ടാക്കാതെ പോയി. ചില ആൾക്കാർ വന്ന് കുളത്തിൽ ഒന്ന് കല്ലെറിഞ്ഞിട്ട് പോകില്ലേ എന്ന് പറഞ്ഞതുപോലെയായിരുന്നു എൻ്റെ ഫീലിങ്സ്. അതൊന്നും പുള്ളിക്കാരൻ മനസ്സിലാക്കിയില്ല. വല്ല ചന്ദ്രഗ്രഹണവും നടക്കുന്ന സമയത്ത് എന്തെങ്കിലും കാണും എന്ന് പറഞ്ഞതുപോലെയായിരുന്നു എൻ്റെ ജീവിതം. അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. കാര്യം, ഇഷ്ടം പോലെ പണമുണ്ട്. എനിക്ക് വീട്ടിലിരുന്ന് വേണമെങ്കിൽ ഓൺലൈൻ വർക്ക് ചെയ്യാം. ഒരു ലാപ്ടോപ്പ് മേടിക്കണമെന്ന് പറഞ്ഞാൽ അത് മേടിക്കാം. ഐഫോൺ വേണോ, അത് വാങ്ങിച്ചു തരും. ഇഷ്ടം പോലെ പണം എൻ്റെ കയ്യിലുണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ് ബുദ്ധിയെന്ന് എനിക്ക് തോന്നി. പക്ഷേ പോകെ പോകെ എനിക്ക് നന്നായി ബോറടിക്കാൻ തുടങ്ങി. ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്നപോലെ എനിക്ക് പെട്ടെന്ന് തോന്നിപ്പോയി. പക്ഷേ അതൊന്നും നടന്നില്ല. പുള്ളിക്കാരനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ സംഭവിക്കേണ്ട സമയത്ത് സംഭവിച്ചോളും. നീ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട, ജോളിയായിട്ടിരിക്കൂ എന്നാണ് പറഞ്ഞത്. എന്ത് ജോളിയാണ് മാഡം? എല്ലാം നടക്കുന്നുണ്ടെങ്കിൽ അതും ശരിയായിട്ട് നടന്നാൽ മാത്രമല്ലേ ജോലിയുള്ളൂ. ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ അങ്ങേർക്ക് സമയമുണ്ടോ? ഒന്നുമില്ല. ചുരുക്കം പറഞ്ഞാൽ ഒരു വട്ടത്തിൽ ഞാൻ പെട്ടുപോയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് പഴയ കാമുകനെ ഞാൻ ഓർത്തത്. ഇത്രയും നാൾ ഞങ്ങൾ തമ്മിൽ യാതൊരു കണക്ഷനും ഉണ്ടായിരുന്നില്ല. വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. പതുക്കെ ബ്ലോക്ക് മാറ്റി ഞാൻ അവനൊരു മെസ്സേജ് ഇട്ട് നോക്കി. അപ്പോൾ എനിക്ക് മെസ്സേജ് ഒന്നും തിരിച്ചു വന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവൻ നീ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന്. അങ്ങനെ വാട്സാപ്പും സോഷ്യൽ മീഡിയയെല്ലാം ഞങ്ങൾ ഓപ്പണാക്കി ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ വീട്ടിലും അവന് പുതിയൊരു കല്യാണാലോചനയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട്. ഏകദേശം ഒരു കല്യാണം വേണമെങ്കിൽ ഉറപ്പിക്കാവുന്ന സ്ഥിതിയിലാണ്. ആ പെൺകുട്ടി പോയി കണ്ടു. അവന് ഏകദേശം ഇഷ്ടപ്പെട്ടു. പിന്നെ അതുമാത്രമല്ല, ആ പെൺകുട്ടി പറഞ്ഞത്രേ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നമുക്കൊരു ദിവസം കാണണം, അത് കഴിഞ്ഞിട്ട് കല്യാണത്തിലേക്ക് കടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ മെസ്സേജ് അയക്കുന്നത്. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് നല്ല കാര്യമാണ്, നീയും നിൻ്റെ കാര്യങ്ങളൊക്കെ പറയണം. അവളും അവളുടെ കാര്യങ്ങൾ പറയും. എല്ലാം മനസ്സിലാക്കിയിട്ട് കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാനെല്ലാം തുറന്നു പറയാനൊന്നും പറ്റാത്തൊരവസ്ഥയിലാണ് എൻ്റെ ഭർത്താവിനോട്. അങ്ങനോട് പറഞ്ഞിട്ടും കാര്യമില്ല, അല്ലാതെയും കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങൾ വള്ളിപുള്ളി വിടാതെ അവനോട് ഞാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു. ഞാൻ ചോദിച്ചു, നീ എന്തിനെ കളിയാക്കി ചിരിക്കുന്നത്? എടീ, നിനക്ക് അങ്ങനെ തന്നെ വേണം. പ്രേമിച്ച് നടന്നപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞതാണ് എൻ്റെ കൂടെ എവിടേക്കെങ്കിലും ഒന്ന് വരാൻ, അല്ലെങ്കിൽ രാത്രി ഞാൻ നിൻ്റെ വീട്ടിൽ വന്നേനെ. ഒരു പോപ്പോയ്ക്ക് പോലും നീ സമ്മതിച്ചില്ല. അപ്പോഴേ എനിക്ക് തോന്നിയടി നിനക്ക് ഇതാണ് കിട്ടാൻ പോകുന്നതെന്ന് എന്ന് പറഞ്ഞ് അവൻ കളിയാക്കി. ഞാൻ ദേഷ്യപ്പെട്ടു. ഈ അവസ്ഥയിൽ എന്നെ ഇങ്ങനെ പറയരുത്, എൻ്റെ മനസ്സ് മടുത്തിരിക്കുകയാണ്. പണം മാത്രമേ എനിക്ക് ഗുണമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അതെങ്കിലും ഉണ്ടല്ലോ, അത് മോഹിച്ചല്ലേ നിൻ്റെ വീട്ടുകാർ കല്യാണം കഴിപ്പിച്ചത്. അപ്പോൾ അത് തന്നെ നല്ലത്
എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം അവൻ എന്നോട് വേറൊരു കാര്യം പറഞ്ഞു. അടുത്ത വ്യാഴാഴ്ച ആ പെൺകുട്ടിയെ കാണാൻ അവൻ പോവുകയാണെന്നും നീ എൻ്റെ കൂടെ ഒന്ന് വന്നു കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു. നിനക്കും ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നിനക്കും സെലക്ഷൻ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം. തൽക്കാലം എനിക്ക് അവളെ കണ്ടിട്ട് കൊള്ളാമെന്നേ തോന്നുന്നുള്ളൂ. കല്യാണം കഴിക്കാൻ മാത്രം ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. നീയും എൻ്റെ കൂടെ വരാമെന്ന് ചോദിച്ചു. ഓ, ഞാൻ വന്നിട്ട് എന്തെടുക്കാനാടാ, എനിക്കും ഒരു വിഷമം തോന്നുകയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, സാരമില്ലെന്നേ, വാ, നീ എൻ്റെ കസിൻ സിസ്റ്ററാണെന്ന് പറഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ കസിൻ സിസ്റ്റർ ആണെന്ന് തോന്നുന്നില്ല, അത് ഞാൻ തീരുമാനിച്ചോളാം. നീ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നോക്കട്ടെ, ഹസ്ബൻഡിനോട് പറയണം ടൗണിൽ എന്തെങ്കിലും ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞിട്ട് വേണം ഇറങ്ങാമെന്ന്. എടി, നിനക്ക് നാണമില്ലേ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്? ഒരു സാധനമില്ലാതെ എങ്ങനെ ജീവിക്കുന്നു വീട്ടിൽ തന്നെ അടച്ചിട്ട് എന്നൊക്കെ ചോദിച്ചു. എന്തായാലും അവൻ പറഞ്ഞതല്ലേ, അവൻ്റെ പെണ്ണ് കാണൽ ചടങ്ങിന് ഞാനൊന്ന് പോകേണ്ടി വരും. പക്ഷേ ആ പെൺകുട്ടി തനിയെ എന്തൊക്കെ പറയാൻ വേണ്ടിയല്ലേ വിളിച്ചത്? കട്ടുറുമ്പായിട്ട് ഞാൻ പോകണോ? ആ, കുഴപ്പമില്ല, അവൻ വിളിച്ചതല്ലേ, ആ കല്യാണം നടക്കുമെന്നുപോലും അറിയില്ലല്ലോ. എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയായി കഴിഞ്ഞപ്പോഴേക്കും ഞാനും ഇറങ്ങി. അവന് പറഞ്ഞ സ്ഥലത്ത് ഞാനവിടെ ചെന്നു. നല്ലൊരു കഫേയാണ്. ഇത്തിരി കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയും വന്നു. എന്നെ കണ്ടപ്പോൾ അവൾ കൗതുകത്തോടുകൂടി ഒന്ന് നോക്കി. എങ്കിലും എൻ്റെ സിന്ദൂരക്കുറയും പിന്നെ താലിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ മനസ്സിൽ സമാധാനമെന്ന് തോന്നുന്നു. അല്ലെങ്കിലും കെട്ടാൻ പോകുന്ന പുരുഷൻ്റെ കൂടെ വേറൊരു പെണ്ണിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സംശയം തോന്നുമല്ലോ, കസിൻ സിസ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞാലും. എന്തായാലും അവർ രണ്ടുപേരും കൂടെ പരിചയപ്പെട്ടു, കൂടുതൽ സംസാരിച്ചു. പെണ്ണ് കാണാൻ വന്ന ദിവസം ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല, മനസ്സ് തുറക്കാൻ പറ്റിയില്ല എന്നൊക്കെ അവൾ പറഞ്ഞു. മനസ്സ് തുറന്നോളൂന്ന് അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് മാറിയിരിക്കാമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അത് വേണ്ട ചേച്ചി, ചേച്ചിക്കും കേൾക്കാവുന്നേ ഉള്ളെന്ന്. അത് കേട്ടപ്പോൾ എനിക്കൊരു ചമ്മൽ തോന്നി. എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല ചേച്ചിനെ വിളിക്കാൻ, അങ്ങനെ പറയണമെന്നുണ്ടായിരുന്നു. എങ്കിലും കസിൻ സിസ്റ്റർ അല്ലേ, അതുമാത്രമല്ല കല്യാണം കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ ചേച്ചി വിളി കേട്ട് അവളുടെ കഥയും കേട്ടിരുന്നു. അവൾക്കും മുൻപൊരു പയ്യനുമായിട്ട് പ്രേമമുണ്ടായിരുന്നു. അത് ഏകദേശം വിവാഹ നിശ്ചയത്തോളം വന്നതാണ്. പക്ഷേ ചെക്കൻ്റെ വീട്ടുകാർ സമ്മതിക്കാതെ അവൻ ശരിക്കും ഇവളെ ചതിക്കുന്നത് പോലെ അവസാനം അതിൽ നിന്ന് പിന്മാറി വിദേശ രാജ്യത്തെങ്ങോ പോയി സെറ്റിൽഡാണ്. ഇപ്പോൾ അവൻ വിദേശ രാജ്യത്ത് വെച്ച് ഒരു മലയാളി പെൺകുട്ടിയെ കല്യാണം കഴിച്ചെന്നും അവൾ കേൾക്കുന്നു. പക്ഷെ അതിന് ഫോട്ടോ വിവരങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ അടുത്ത കാലത്ത് ആ വാർത്ത കേട്ട് അവൾ ശരിക്കും ഒത്തിരി ഡെസ്പായിരിക്കുകയാണ്. വിവാഹം കഴിക്കണമെന്നുണ്ട്, പക്ഷേ ഇപ്പോൾ മനസ്സ് ശരിയല്ല. വീട്ടുകാരാണെങ്കിൽ എന്നെ കുറച്ച് നാളുകളായിട്ട് നിർബന്ധിക്കുകയാണ്. ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറയണമെന്നും എങ്ങനെ പറയണമെന്നും എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ നിന്ന് ആ ആൾ വിട്ടുപോയിട്ടില്ല. എനിക്ക് കുറച്ച് സമയം തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചേട്ടനെ ഞാൻ കല്യാണം കഴിക്കാം. എനിക്കതാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് ഒന്ന് ശരിയാകുന്നവരെ ചേട്ടൻ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ മുഖത്തോട് മുഖം നോക്കി. ചേടാ, ഞങ്ങൾക്ക് സംഭവിച്ചുള്ളൊരു കാര്യം അങ്ങനെ അല്ലെങ്കിൽ കൂടിയും അതാണല്ലോ ആ പെൺകുട്ടിക്ക് സംഭവിച്ചത്. ഞങ്ങളുടെ മനസ്സ് പോലെ തന്നെ കലങ്ങി മറിഞ്ഞതാണ് അവളുടെയും മനസ്സ്. എൻ്റെ ഭർത്താവിനോട് പോലും ഞാൻ ഇപ്പോഴും സെറ്റായിട്ടില്ല എന്ന് ഞാൻ ഓർത്തിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് അവൻ ആവേശം കയറി പറഞ്ഞു, തൻ്റെ മനസ്സ് പോലെയാണ് ഞങ്ങളുടെയും മനസ്സ് എന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ ചോദിച്ചു, ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി മോളെ, ഇതെൻ്റെ കസിൻ സിസ്റ്റർ ഒന്നുമല്ല, ഞാൻ പ്രണയിച്ച ആളാണ്. പക്ഷേ കല്യാണം കഴിക്കാൻ പറ്റിയില്ല, അവളുടെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞു എന്നവൻ തുറന്ന് സംസാരിച്ചു. അത് കേട്ട് ഞാനും ചമ്മലോടുകൂടി ഞെട്ടിപ്പോയി. അവനെ ഞാൻ പിച്ചി, എന്തിനാ തുറന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ്. അപ്പോഴേക്കും മറ്റേ പെൺകുട്ടിയുടെ മുഖവും ഒന്ന് മാറി. എനിക്ക് തോന്നിയിരുന്നു വന്നു കഴിഞ്ഞപ്പോഴേ നിങ്ങളുടെ മുഖഭാവം കണ്ട്. പക്ഷേ താലി സിന്ദൂരമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല എന്ന് അവളും പറഞ്ഞു. അവളുടെ ഊഹവും കറക്റ്റാണ്. അവസാനം ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയായിരുന്നു. ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് അവനില്ലായിരുന്നു. എനിക്കും ഇപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അവളുടെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളോടിരുന്ന് 2 മണിക്കൂറോളം സംസാരിച്ച് കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ തിന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും കഥകളങ്ങ് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഭർത്താവും ഞാനും തമ്മിൽ സെറ്റായില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടി പറഞ്ഞു, അത് ശരി ചേച്ചി, സെറ്റാകുമെന്ന് എനിക്കും തോന്നുന്നില്ല. ഞാൻ തുറന്നു പറയാമല്ലോ, എൻ്റെ കാമുകനുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. ഇനി ആ സ്ഥാനത്ത് വേറെ ആണ് വന്നെന്ന് പറഞ്ഞാലും ഇഞ്ചോടിഞ്ച് ഞാനിപ്പോഴും താരതമ്യം ചെയ്യും. എനിക്ക് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് ഒന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അവനേക്കാൾ നല്ലൊരു കേമൻ വരണം. ചേച്ചിയുടെ മനസ്സും അങ്ങനെയായിരിക്കും. ചേട്ടനുമായുള്ള ദിനരാത്രങ്ങൾ നല്ല രീതിയിൽ ഓർമ്മ കാണുമല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനൊന്നും ഇല്ലടി, ഞാനാണെങ്കിൽ ഒരിക്കൽ പോലും അങ്ങനെയുള്ള കാര്യത്തിന് തുനിഞ്ഞിട്ടില്ല. ഇദ്ദേഹവും അങ്ങനെയല്ലായിരുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും പവിത്രമായൊരു സ്നേഹമായിരുന്നു.
പവിത്രം. ഇപ്പോഴത്തെ കാലത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? ഞങ്ങൾ പ്രേമിച്ച് 2 മാസമാകുന്നതിന് മുമ്പേ അവിടെ ഇവിടെയൊക്കെ പോയി. ഞാൻ പറഞ്ഞു, അവസാനം അവൻ പറ്റിയിട്ട് പോയിട്ടും നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തെന്ന്. അവൾ പറഞ്ഞു, എൻജോയ് ഒക്കെ ചെയ്തു, പക്ഷെ എന്നാലും അതൊരു മിസ്സിങ് ആണ്. നമുക്ക് പറ്റിയ ഒരാളെ മിസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ മനസ്സിലാകില്ല, പിന്നെ മനസ്സിലാകുമെന്ന്. ഞാൻ പറഞ്ഞു, ഒന്നും നടക്കാതെ തന്നെ എനിക്ക് അത് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടെന്ന്. അപ്പോൾ എൻ്റെ കാമുകൻ ഒന്നുകൂടി പറഞ്ഞു, പണ്ട് ഇവളോട് ഞാൻ പറയുമായിരുന്നു എവിടെങ്കിലും കറങ്ങാൻ പോകുമെന്ന്. അന്ന് ഇവൾക്ക് വയ്യ, നന്നായി ഒന്ന് ചേർന്നിരിക്കാൻ പോലും വയ്യ, ഇപ്പം അനുഭവിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോൾ അവൻ തന്നെ പറഞ്ഞു, എന്തായാലും നമ്മുടെ കല്യാണമൊന്നും ഇതൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് നടക്കില്ല, അപ്പോൾ പിന്നെ നമുക്ക് ഫ്രണ്ട്സായിട്ടിരിക്കാം, ഞാൻ വീട്ടിൽ പറയാം എനിക്ക് കുട്ടിയെ ഇഷ്ടമായില്ലെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഷോ അങ്ങനെ പറയണ്ട കേട്ടോ, നമ്മൾ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സംശയം തോന്നും, ഇപ്പോൾ ഒന്നും മിണ്ടണ്ട, പതുക്കെ നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അത് കേട്ട് അവനും തലയാട്ടി. ഉടനെ അവൾ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഇനിയെങ്കിലും പണ്ടത്തിനേക്കാൾ നന്നായിട്ട് ഒന്ന് ചേർന്ന് നടന്നുകൂടെ? ഞാൻ പറഞ്ഞു, അതെങ്ങനെ? ചേച്ചി ചേട്ടാ, എന്തായാലും നിങ്ങൾ തന്നെ പ്രേമിച്ചു, പക്ഷേ പരസ്പരം അറിയാതെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വല്ലാത്ത കുറ്റമാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും നല്ല അടിപൊളിയായി ജീവിച്ചു കുറച്ച് നാൾ, എന്നിട്ട് പിരിഞ്ഞപ്പോൾ ഓക്കെ, അവനെ എനിക്കും അറിയാം എന്നെ അവനും അറിയാം എന്നൊരു സന്തോഷമെങ്കിലും ഉണ്ടല്ലോ. നിങ്ങൾക്കിപ്പോൾ ഒന്നും അറിയില്ലെന്ന് പറയുന്നു, ഉള്ളതാണോ കള്ളാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാൻ പറ്റിയ സാഹചര്യമാണ്. ഒന്ന് പോ, അങ്ങനൊന്നും വേണ്ട മോളെ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അല്ല ചേച്ചി, ചേച്ചിക്ക് എന്തായാലും ദാമ്പത്യ ജീവിതത്തിൽ യാതൊരു സംതൃപ്തിയുമില്ല, പിന്നെ കാമുകനെ കാണാനുള്ള ധൈര്യവും വന്നു. അങ്ങനെയായപ്പോൾ ഇനി ഈ ബന്ധം ആരും അറിയാതെ അങ്ങ് തുടർന്നു പോയാൽ പോരെ? ഞാൻ പറഞ്ഞു, പുറത്തങ്ങ് വരാൻ പറ്റില്ല, എൻ്റെ ഭർത്താവ് പറയുന്നത് വീട്ടിലിരുന്ന് ജോലി ചെയ്തോണമെന്നാണ്. അത് സാരല്ല ചേച്ചി, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബ്യൂട്ടി പാർലറിൽ പോകുകയാണെന്ന് പറഞ്ഞ് ഓരോ ആഴ്ചയോ 2 ആഴ്ച കൂടുമ്പോഴോ ഇറങ്ങണം. അപ്പോൾ അവൻ പറഞ്ഞു, ഇറങ്ങി വന്നിട്ട് എന്താ മോളെ കാര്യം? ഒരു കാര്യമില്ല, ഇവള് എൻ്റെ കൂടെ എങ്ങും വരില്ല, ഇവൾക്ക് പേടിയാണെന്നും. അതെ മോളെ, എനിക്ക് പേടിയാ, ഹോട്ടലുകളൊന്നും ഞാൻ പോകില്ല, പിന്നെ വിശ്വസിക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ എങ്ങനെ പോകുന്നത്? എൻ്റെ വീട്ടിലോ ഇവൻ്റെ വീട്ടിലോ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അത്രയുള്ള പ്രശ്നം, നിങ്ങൾക്ക് ഒരു പ്ലേസ് ഇല്ലാത്തതാണ് പ്രശ്നം, വിശ്വസ്തമായൊരു പ്ലേസ്, അതും ഞാനും എൻ്റെ കാമുകനും പോരുന്നിടം, അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം, ധൈര്യപൂർവ്വം 2 പേരും കൂടി ഒന്ന് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊക്കെ റിസ്ക്കാണ്. അവന് പറഞ്ഞു റിസ്ക് ആണെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, പ്ലീസ് നിങ്ങൾ തമ്മിൽ ഇനിയെങ്കിലും മിങ്കിൾ ചെയ്ത് നന്നായി മുന്നോട്ട് പോകൂ. അപ്പോൾ അവൻ ചോദിച്ചു, അല്ല നിനക്കെന്താ ഇത്ര ഇൻട്രസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട്? എന്തായാലും നീ എന്നെ കല്യാണം കഴിക്കുന്നില്ല, നമ്മൾ കുറച്ച് നാൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തുള്ളിപ്പോകും, അത് കഴിഞ്ഞ ശേഷം നീ വല്ലവനെയും കല്യാണം കഴിച്ചു പോകും. ഞാനാണെങ്കിൽ പിന്നെയും എൻ്റെ പഴയ കാമുകയും കൊണ്ട് കറങ്ങി നടന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കിനി ആര് പെണ്ണ് തരും? ആഹാ, അപ്പം നിങ്ങൾ പെണ്ണ് കെട്ടാൻ മുട്ടിയിരിക്കുകയാണോ എന്നവൾ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെല്ലാം കൂടെ ചിരിച്ചു. നീ എന്തായി പറഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചു കഴിയുമ്പോഴേക്കും അവൾ പറഞ്ഞു, ജീവിതം ഒന്നേ ഉള്ളൂ, അത് എൻജോയ് ചെയ്യണം, വെറുതെ വിരസമായ ജീവിതം എന്തിനാ ജീവിക്കുന്നത്? നിങ്ങളിനി ദാമ്പത്യ ബന്ധം തകർത്തിട്ട് വേറൊരു തരം കല്യാണം കഴിക്കണം എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കാനുള്ള ഒരു സമയം അത് കുറച്ചു കാലമെങ്കിലും ഒന്ന് ആസ്വദിക്കൂ. എനിക്ക് ഒരു ആൻറ്റിയുണ്ട്, എൻ്റെ സ്വന്തം ആൻറ്റിയൊന്നുമല്ല, എനിക്കും എൻ്റെ കാമുകനും അഭയം തന്ന വീടാണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സംഗമത്തിനുള്ള എല്ലാ വഴികളും ആൻറ്റി ഒരുക്കി തരും, ഞാനൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, നീ എന്തിനാ എത്ര കഷ്ടപ്പെടുന്നത്? ഞാൻ ഒരു ഓപ്ഷൻ വെച്ചതാണ്, വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ ടാറ്റ എന്ന് പറഞ്ഞ് അവൾ പോകാനൊരുങ്ങി. അപ്പോൾ എൻ്റെ കാമുകൻ പിടിച്ചിരുത്തി, എവിടെ ആൻറ്റി? ആൻറ്റി ടൗണിനടുത്ത് തന്നെയാണ്, കാണണോ വേണ്ടയോ 2 പേരും തീരുമാനിച്ച് പറയാൻ പറഞ്ഞു. അവസാനം അവളുടെ ഐഡിയ ഏൽക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നി. അവൾ പറഞ്ഞു, ചേച്ചി ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് വരാം, ഫ്രണ്ടായിട്ട്, എൻ്റെ കല്യാണം അടുക്കാറാകുകയാണ്, നിശ്ചയവും കല്യാണവും ഒക്കെ ഉണ്ട്, അതിനുവേണ്ടി പർച്ചേസൊക്കെ ചെയ്യണം, ചേച്ചി എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധം പിടിക്കും. അതുമാത്രമല്ല ചേച്ചിയുടെ ഒരു ഫ്രണ്ടായിട്ട് തന്നെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഭർത്താവിൻ്റെ അടുത്തും ഞാൻ നന്നായി പെരുമാറി ചേച്ചി അവിടുന്ന് ഞാൻ വെളിയിൽ ഇറക്കിക്കോളാം, ഇത് എൻ്റെ വാക്കാണ്, ഞാൻ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമായി. ഇവള് ഞങ്ങളെ തുണയ്ക്കുകയാണല്ലോ എന്ന് വിചാരിച്ചു. എന്തായാലും അവളുടെ നമ്പരൊക്കെ വാങ്ങി പതിവായി സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അവൾ എൻ്റെ ഭർത്താവ് ഉള്ളപ്പോൾ വീട്ടിൽ വന്നു. ഭർത്താവ് ഒരുമാതിരി എക്സിക്യൂട്ടീവ് രീതിയിലാണ് സംസാരിക്കുന്നത്. അവളും അതുപോലെ സംസാരിച്ച് നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കി. എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് അവളെന്ന് അറിഞ്ഞപ്പോൾ ഭർത്താവ് അഭിനന്ദിക്കുകയാണ് ചെയ്തത്. നല്ല സ്റ്റാൻഡേർഡുള്ള പെൺകുട്ടി. പിന്നീട് അവൾ എന്തിനെങ്കിലും
എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനോട് പറഞ്ഞിട്ട് പോകാൻ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അങ്ങനെയാണ് ആദ്യമായി ഞാനും എൻ്റെ പഴയ കാമനും കൂടി അവളുടെ ആൻറ്റി എന്ന് പറഞ്ഞ സ്ത്രീയെ കാണാൻ പോയത്. ടൗണിന് തൊട്ടടുത്താണ് ആൻറ്റിയുടെ വീട്. ആൻറ്റിയുടെ ഭർത്താവ് ആൻറ്റി ഉപേക്ഷിച്ചതാണ്. കുട്ടികൾ ഇല്ല. ഇപ്പം ആൻറ്റിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആൻറ്റി പണ്ട് കുറച്ച് നല്ല രീതിയിൽ ആക്റ്റീവായിരുന്നു. ഇപ്പോൾ ആൻറ്റിക്ക് ആക്റ്റീവ്നെസ് ഇല്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ആക്റ്റീവ്നെസ് ആൻറ്റി രഹസ്യമായി സ്വന്തം വീട്ടിൽ ഒന്ന് സഹായിച്ച് പൈസ ഉണ്ടാക്കുകയാണ് ആൻറ്റിയുടെ ലക്ഷ്യം. ആൻറ്റി നല്ല സൗകര്യങ്ങൾ, വീട്ടിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും. ആൻറ്റിക്ക് 2000 രൂപ മതി, അത്രയേ ഉള്ളൂ. കേട്ട് കഴിഞ്ഞപ്പോൾ, അന്തരീക്ഷം കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലതാണെന്ന് ഞങ്ങൾക്കും തോന്നി. അങ്ങനെ ആൻറ്റിക്ക് 2000 രൂപ കൊടുത്തു. അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞു. ആൻറ്റി പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ഇന്ന് വന്നതല്ലേ, ഇന്ന് വന്നാൽ ഇന്ന് തന്നെ, ഒന്നും പരീക്ഷിക്കാതെ നിങ്ങൾ പോകരുത്. ഇത്രയും കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ ആവേശം വന്നപ്പോൾ ഉപേക്ഷിക്കരുത്. 1-2 മണിക്കൂറെ കിട്ടിയുള്ളെങ്കിൽ അങ്ങനെ ആയിക്കോളൂ, ഒരു പ്രശ്നവുമില്ല, ഇവിടെ ഫുൾ സേഫ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ആൻറ്റി അവളെ നിർബന്ധിച്ചതുകൊണ്ടാണ് പോയ ദിവസം തന്നെ ഞങ്ങൾ മണിയറയിൽ കാലെടുത്ത് വെച്ചത്. അന്ന് ഇത്തിരി ചമ്മലും വെപ്രാളവും പരവേശമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ അനുഭവസ്ഥയല്ലേ. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ കഴിഞ്ഞപ്പോൾ എനിക്കോ മാസ്മരികതയൊന്നും അനുഭവിക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ പ്രണയിച്ച കാമുകനെ ഞാൻ വെറുതെ വിടുമോ? അവൻ്റെ സ്റ്റാർട്ടിംഗ് ഡബിൾ ഞാനങ്ങ് മാറ്റിക്കൊടുത്തു. അവൻ അത്ഭുതപ്പെട്ടു പോയി. നിനക്ക് ഇങ്ങനെയൊരു മനസ്സുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, എല്ലാം ഞാൻ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. ഒതുക്കി ഇപ്പോൾ ഞാൻ തിളച്ച വെള്ളം പോലെ തുള്ളിത്തുളുമ്പുകയാണെന്ന് പറഞ്ഞു. അവൻ പിന്നെ മുന്നോട്ട് പോകാതിരിക്കുമോ? എനിക്ക് തുള്ളിത്തുളുമ്പോൾ നല്ല വശമുണ്ടായിരുന്നു. ഞാൻ ആറാടി കരയ്ക്ക് കയറി. അവൻ ശരിക്കും എന്നെ നോക്കി അഭിനന്ദിച്ചു. അന്ന് ഞാൻ മനസ്സാ ആൻറ്റിയോടും അവളോടും നന്ദി പറഞ്ഞു. അങ്ങനെ മാസത്തിൽ 4-5 തവണ അവളുടെ പേരിൽ ഞങ്ങൾ അവിടെ കണ്ടുമുട്ടി. അവൾ എന്നെ വീട്ടിൽ വന്ന് കൊണ്ടുപോകും. അതുകൊണ്ട് ആർക്കൊരു സംശയവും തോന്നിയില്ല. പിന്നെ എല്ലാ ദിവസങ്ങളൊന്നും അവിടെ പറ്റില്ല. ആൻറ്റിക്ക് മറ്റു പലർക്കും വേണ്ടിയിട്ട് ആ വീട് ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. ആൻറ്റി പറയുന്ന ദിവസങ്ങളിൽ മാത്രമേ ഞങ്ങൾക്കവിടെ ചെല്ലാൻ പറ്റൂ. എങ്കിലും അതൊരു വലിയ അനുഗ്രഹമായിരുന്നു മാഡം. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഞാനും അവളും കൂടി ആൻറ്റിയുടെ വീട്ടിൽ ചെന്നു. എൻ്റെ കാമുകൻ ഇത്തിരി കഴിയുമ്പോൾ വരും. അവൻ ദേ ഒരു 5 മിനിറ്റ് മുൻപുള്ള സ്ഥലത്തായിട്ടുണ്ട്. ഞങ്ങൾ അവനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ട് പെട്ടെന്ന് ഒരു കാർ വന്ന് നിന്ന് ആൻറ്റി പറഞ്ഞു, ആ നിങ്ങൾ ദേ ഡൈനിങ് ടേബിളിലോട്ടിരുന്നു. അത് നമുക്കറിയാവുന്ന ആരെങ്കിലും ആയിരിക്കാം. ഞാനവരെ ഒന്ന് ഡീൽ ചെയ്ത് വിട്ടോളാം. അവർക്കും ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഡേറ്റോ മറ്റോ ചോദിക്കാൻ വന്നായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആരോ കയറി വന്നു. ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് ഡൈനിങ് ടേബിളിലിരുന്ന് എന്തോ സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആൻറ്റി അവിടേക്ക് വന്നു. കൂടെ വന്ന ആളുണ്ടായിരുന്നു. അവരെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ അമ്മായിമ്മയായിരുന്നു. അമ്മായിമ്മയും എന്നെ കണ്ട് ഞെട്ടി. നീ എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു. അമ്മ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. ഇവളാരാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഫ്രണ്ടാ. നീ ഇവളും കൂടെ എന്തിനാ ഇവിടെ വന്നെന്ന് ചോദിച്ചു. ഞാൻ വെപ്രാളപ്പെട്ടു. അപ്പോൾ ആൻറ്റി അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, അല്ല മാഡത്തിന് അറിയാവുന്ന പെൺകുട്ടികളാണോ ഇവർ? ആ, മാഡം എന്തിനാ വന്നത്? അതിനാണ് ഇവരും വരുന്നത്. ഇവരും എൻ്റെ അടുത്ത ആൾക്കാരാണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മായിമ്മ പറഞ്ഞു, ഞാനിവളുടെ അമ്മായിമ്മയാണെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി ഇഞ്ചി കടിച്ചതുപോലെയായി. ഞാനും വെപ്രാളപ്പെട്ട് നിൽക്കുകയായിരുന്നു. അവസാനം ആൻറ്റി പറഞ്ഞു, എന്തായാലും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കപ്പെട്ടു. ഇവിടെ ഇരിക്കുക. യഥാർത്ഥ കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞ് കോംപ്രമൈസായിട്ട് പോയാൽ മതി. അല്ലാതെ പുറത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളെ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ആൻറ്റി സമാധാനിപ്പിച്ചു. ഇതിപ്പോൾ ഞാൻ ചെയ്ത കാര്യം അതേ സെയിം തെറ്റ് തന്നെയാണ് അമ്മായിമ്മയും ചെയ്തത്. കാര്യം അമ്മായിമ്മ അന്നവിടെ അപ്രതീക്ഷിതമായിട്ട് വന്നതാണ്. അമ്മായിമ്മയുടെ ഏതോ ഒരു പുതിയ കാമുകൻ കാറിൽ ഇരിക്കുന്നുമുണ്ട്. അമ്മായിമ്മയും വർഷങ്ങളായി ആൻറ്റിയുമായി നല്ല സൗഹൃദത്തിലാണ്. ഹോട്ടൽ റൂമുകളെക്കാൾ സേഫാണല്ലോ ഇവിടം. എന്തായാലും അമ്മായിമ്മ എന്നോട് പറഞ്ഞു, നീ എൻ്റെ മകനോട് കാണിക്കുന്നത് മഹാക്രൂരതയാണെന്നും. അപ്പോഴേക്കും ആൻറ്റി ചാടി വീണു. അതെന്താ മാഡം അങ്ങനെ പറഞ്ഞത്? മാഡത്തിന് ഭർത്താവുണ്ടല്ലോ, അപ്പം മാഡം കാണിക്കുന്നത് ക്രൂരതയല്ലേ? ഇപ്പം എത്ര വർഷമായി? 10 വർഷമായിട്ട് മാഡം ഇവിടെ എത്ര സുഹൃത്തുക്കളെയാണ് കൊണ്ടുവന്നത്? ഞാൻ മാഡത്തിനോട് എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് ഇത്രയും അധികം ആളുകൾ പാടില്ല എന്നുള്ളത്. എന്നിട്ട് മാഡം കേട്ടിട്ടുണ്ടോ? അവൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമിച്ച ചെക്കനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, അതും നിങ്ങളുടെ മോനെ കൊണ്ട് ഒരു
പിണ്ണാക്കിനും കൊള്ളാത്തത് കൊണ്ട് എന്നും ആൻറ്റി പറഞ്ഞു. ആൻറ്റിക്ക് എല്ലാ കഥകളും അറിയാമല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയുടെ പത്തി അങ്ങ് താണു. അപ്പോഴേക്കും എൻ്റെ കാമുകനും കയറി വന്നു. അങ്ങേർക്കൊന്നും അറിയില്ലായിരുന്നല്ലോ. അങ്ങേരും വന്നു കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളെല്ലാം പിന്നെയും ഒരു സംഭ്രമത്തിലായി. എങ്കിലും ആൻറ്റി ഇടപെട്ട് അതെല്ലാം ശരിയാക്കിയെടുത്തു. ഇങ്ങനെയൊക്കെയുള്ള രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ തമ്മിൽ നല്ല അന്തർധാര വേണമെന്ന് ആൻറ്റി പറയുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ ആൻറ്റി തന്നെ മുൻകൈ എടുത്ത് എലിക്കും മുള്ളിനും കേടില്ലാതെ കാര്യങ്ങളൊക്കെ അങ്ങ് ശരിയാക്കിയെടുത്തു. പിന്നെ അമ്മായിമ്മയുടെ പ്രീതമനായി വന്ന ആളും അവിടെ കാറിൽ വെയിറ്റ് ചെയ്യുകയാണ്. അപ്രതീക്ഷിതമായി അമ്മായിമ്മ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ആൾ കാണുമെന്ന് അമ്മായിമ്മ വിചാരിച്ചില്ല. എന്തായാലും വന്നതല്ലേ, ഇനി 2 കൂട്ടർക്കും 2 മുറി ഞാൻ ഒരുക്കി തരാം, ഒന്നുമില്ലാതെ പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കണക്കിന് ഞങ്ങൾ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ടാണ് അന്നവിടെ ആറാട്ടും പാട്ടും കൂത്തും നടത്തി തിരിച്ചു പോയത്. ഇതെല്ലാം എൻ്റെ കൂടെ വന്ന എൻ്റെ ഭർത്താവിന് പെണ്ണാലോചിച്ച ആ ഫ്രണ്ടില്ലേ, അവൾക്ക് വലിയ കൗതുകമായിരുന്നു. അവൾ പറഞ്ഞത് ജീവിതത്തിൽ എന്തെല്ലാം കോയിൻസിഡൻസുകളാണ് നടക്കുന്നത്, എനിക്ക് കല്യാണമൊന്നും കഴിക്കണ്ട, ആടിപ്പാടി നടക്കാനാണ് ആഗ്രഹമെന്ന് അവളും പറഞ്ഞു. പിന്നീട് അമ്മായിമ്മയും ഞാനും അവളും എൻ്റെ പഴയ കാമുകനുമെല്ലാം നല്ല ഫ്രണ്ട്ഷിപ്പായി. ഒരു ദിവസം അമ്മായിമ്മയോട് പറഞ്ഞു, നിൻ്റെ കാമുകൻ കൊള്ളാമല്ലോ മോളെ എന്ന്. എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് കൂടി അമ്മായിമ്മ തുറന്നു പറഞ്ഞു. അവർ ഒരു ജില്ലയിലല്ല പല ജില്ലയിൽ ഊഞ്ഞാലിട്ട് ഊരാടുന്നവരാണെന്ന് എനിക്ക് നേരത്തെ ആൻറ്റി പറഞ്ഞ് പരിചയമുണ്ടല്ലോ. അങ്ങനെ ഞാൻ അവസാനം കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു മാഡം. പിന്നീട് എൻ്റെ കാമുകനും അതൊന്നും പ്രശ്നമായില്ല. അവസാനം ഇപ്പോൾ എത്തി നിൽക്കുന്നത് അമ്മായിയമ്മയും കാമുകനും തമ്മിൽ അടിക്കടി കാണുന്നു. ഞാനും കാമുകനും തമ്മിൽ കാണാറുണ്ട്. അതേപോലെ അമ്മായിമ്മയുടെ ഫ്രണ്ട്സുമായിട്ട് ഞങ്ങൾ മീറ്റപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് ഇത്രയും നാൾ ഞങ്ങളുടെ കൂടെ കൂട്ടിൽ നിന്ന ആ സുഹൃത്ത് ഇപ്പോൾ പറഞ്ഞത് എൻ്റെ കാമുകനെ തന്നെ വീട്ടുകാരാലോചിച്ചതാണല്ലോ, അയാൾ തന്നെ വിവാഹം കഴിക്കാം, അവൾക്കിപ്പോൾ സ്വന്തം ഭർത്താവ്, ഞാൻ, അമ്മായിയമ്മ, അങ്ങനെ പലരും ഉൾപ്പെട്ട ഒരു സർക്കിളിലായത് പ്രശ്നമല്ല. അവൾ പറയുന്നത് എനിക്ക് തലവേദന ഒഴിഞ്ഞു കിട്ടും, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റും, ഭർത്താവ് എന്നുള്ള പേരിൽ ഒരാളുമാകും. എൻ്റെ കാമുകനും അത് സന്തോഷം തന്നെ, അമ്മായിമ്മയ്ക്കും അതൊക്കെയാണ്. ഇപ്പോൾ അവരുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് വിശേഷവുമുണ്ട്. വിശേഷത്തിന് പിന്നിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. അമ്മായിമ്മയും അത് കണ്ണടച്ച് അംഗീകരിച്ചു. ആ, നിനക്ക് ഭർത്താവുണ്ടല്ലോ, എൻ്റെ മോനാണെങ്കിലും ആരാണെങ്കിലും അത് തന്നെ നിങ്ങൾ വിചാരിച്ചാൽ മതി. ശരിക്കും പറഞ്ഞ മോളെ, നിന്നെ കുറ്റപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. കാര്യം അവൻ്റെ അച്ഛൻ്റെ സ്വഭാവം അവനും കിട്ടിക്കാണും. അവൻ്റെ അച്ഛൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാനും ഓടി നടക്കുന്നത്, നീയും ഓടി നടന്നത് അതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ നിന്നെ എനിക്ക് മനസ്സിൽ കുറ്റം പറയാൻ പറ്റില്ല. ഇത് നമ്മൾക്കെല്ലാവർക്കും ഒരു രഹസ്യമായി സൂക്ഷിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ കഥ. മാഡം ഇത് വായിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും ഞാനത് വായിച്ചു. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മളിലിപ്പോൾ കഥയാണെങ്കിലും കാര്യമാണെങ്കിലും മനുഷ്യർ തമ്മിലുള്ള ബന്ധം എവിടെയാണ്, അതിന് അന്തർവരമ്പുണ്ടോ അല്ലെങ്കിൽ അതിന് അത്ഭുതമുണ്ടോ അല്ലെങ്കിൽ അത്ഭുതമില്ലേ, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. അങ്ങനെ ഓരോ കാര്യങ്ങളുമാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ നടക്കുന്നത്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ അതും വിചിത്രമല്ലേ. അപ്പോൾ കഥകൾ ചിലപ്പോൾ ഉള്ളതുമാകാം, ചിലപ്പോൾ ഭാവനകളുമാകാം. എന്തായാലും ഇത്തരം കഥകളിൽ ഞാൻ അവസാനം പറഞ്ഞൊരു കാര്യം എനിക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാര്യം ഇതൊന്നും കേട്ട് ആരും അനുകരിക്കരുത്. കാര്യം പലതരം മനുഷ്യരുണ്ടെന്നും അവർ കുതന്ത്രങ്ങൾ കാണിക്കുന്നുണ്ടെന്നും എന്ന് മാത്രമേ ധരിക്കാവൂ. അല്ലാതെ ഈ വഴിക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ ഈ കഥ വായിക്കുന്നത്. ഇത്തരം വഴികൾ തിരഞ്ഞെടുക്കരുത്. അതിന് ഈ പറഞ്ഞതുപോലെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കാൻ ധാരാളം നല്ല വശങ്ങളും നല്ല വഴികളുമുണ്ട്. അത് ചെയ്യാതെ ഇത്തരം വളഞ്ഞ വഴികളിലേക്ക് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാര്യം ഭർത്താവും ഭാര്യയും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് മനഃശാസ്ത്രപരമായി പരിഹരിക്കണം, അല്ലെങ്കിൽ ആരോഗ്യപരമായി പരിഹരിക്കണം. അതിന് ശ്രമിക്കാതെ ഇത്തരം വളഞ്ഞ വഴികൾ തേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അംഗീകരിക്കത്തില്ല വ്യക്തിപരമായിട്ട്.